അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതായത് നമുക്കെല്ലാവർക്കും മരണം ഉണ്ടല്ലേ. മറ്റെല്ലാ രോഗങ്ങൾക്കും, എന്തൊക്കെ രോഗങ്ങൾക്ക് മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പോലും മരണത്തിന് മരുന്ന് കണ്ടുപിടിക്കാൻ ഏത് ശാസ്ത്രത്തിനും ഇന്ന് കഴിഞ്ഞിട്ടില്ല അല്ലേ. അപ്പോൾ മരണം എന്ന് പറയുന്നത് ഒരു സ്വാഭാവികമായിട്ടുള്ള, അതായത് നിർബന്ധമായിട്ടുള്ള, മനുഷ്യ ജനിച്ചിട്ടുണ്ടെങ്കിൽ മരണം ഉറപ്പാണ്, മരണം നിർബന്ധമാണ്. അപ്പോൾ ഒരിക്കലും എല്ലാവരും മരിക്കും. അല്ലാഹു തആല 4-ാം മാസത്തിൽ അത് കണക്കാക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷേ അല്ലാഹു തആല 4-ാം മാസത്തിൽ അത് കണക്കാക്കി വെച്ചിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് നമ്മുടെ സ്വഭാവ ഗുണത്തിനനുസരിച്ച് അല്ലാഹു തആല അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താറുണ്ടല്ലേ. ഇപ്പം നമ്മുടെ സ്വഭാവം മോശമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആയുസ് കുറയ്ക്കും അല്ലാഹു തആല, ഓരോ വർഷങ്ങൾ കുറക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്ന നല്ല പുണ്യങ്ങൾ, നല്ല പ്രവൃത്തികൾ മൂലം നമ്മളുടെ ആയുസ് കൂട്ടുന്ന സാഹചര്യവും ഉണ്ട്. നമുക്കെല്ലാവർക്കും വേണ്ടത് ഇതിൽ ആയുസ് കൂട്ടുന്ന സംവിധാനമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അങ്ങനെ ആയുസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടത്. നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ആയുസ് കൂട്ടിയേക്കാം. ഇപ്പം നമ്മൾ ഇതുവരെയുള്ള നമ്മുടെ ജീവിതത്തിനിടയ്ക്ക് അങ്ങനെ പലതവണ ചിലപ്പോൾ കൂട്ടിയേക്കാം, കുറച്ചേക്കാം, നമുക്കറിയാൻ പാടില്ലല്ലോ. നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ട് നമ്മുടെ ആയുസ് എങ്ങനെ വർദ്ധിപ്പിക്കാം, എങ്ങനെയാണ് അതിനൊരു ഉത്തമമായിട്ടുള്ളൊരു മാർഗ്ഗം കിട്ടും. അപ്പോൾ എല്ലാത്തിനുള്ള ഒരു പരിഹാരങ്ങൾ എന്തിലുണ്ട്? അല്ലാഹു തആലയുടെ അസ്മാഉൽ ഹുസ്നയിലുണ്ട്. അപ്പോൾ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു പുണ്യനാമം നമ്മൾ 40 ദിവസം ചൊല്ലിക്കഴിഞ്ഞാൽ, തുടർച്ചയായിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ആയുസ് അല്ലാഹു തആല വർദ്ധിപ്പിക്കുന്നതാണ്, ദീർഘായുസ് നമുക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് എത്രയാണോ ഉള്ള അല്ലാഹു തആല കണക്കാക്കി വെച്ചിരുന്നത് അതിൽ നിന്നും ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു തആല നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ്. അതായത് നമുക്ക് എന്ന് മരിക്കും, നമ്മളെന്ന് മരിക്കും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, നമുക്കറിയില്ല. നമ്മളിപ്പോൾ മരിക്കുമോ, ഇനി നമ്മളിപ്പോൾ ഈ ഒരു മൊബൈലിൽ ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണാമായിരിക്കും അല്ലേ. അപ്പോൾ ഈ വീഡിയോ കണ്ട് കഴിയുവാണ് നമുക്ക് ആയുസ്സുണ്ടാകും, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അസ്തഗ്ഫിറുല്ലാഹ്, നമുക്ക് അങ്ങനെയൊന്നും ഇല്ലാതിരിക്കട്ടെ. ആർക്കും അല്ലാഹു തആല എല്ലാവർക്കും നല്ല ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ഇപ്പോൾ എനിക്കും തന്നെ നമ്മുടെ മനുഷ്യൻ്റെ ആ ഒരു കാര്യത്തിൽ നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല. മറ്റുള്ളതിനൊക്കെ നമുക്ക് 10 വർഷം ഗ്യാരണ്ടിയുണ്ട്, 20 വർഷം ഗ്യാരണ്ടി എന്ന് പറയുമെങ്കിലും മനുഷ്യൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? അപ്പോൾ നമുക്ക് എപ്പോൾ മരിക്കും നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ മരിക്കുന്നതിൽ നിന്ന് നമുക്ക് ദീർഘായുസ് കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മൾ എപ്പോഴാണ് അല്ലാഹു കണക്കാക്കി വെച്ചിട്ടുള്ള അതിൽ നിന്ന് ദീർഘായുസ് കിട്ടാൻ വേണ്ടിയിട്ട് 40 ദിവസം തുടർച്ചയായിട്ട് ഓരോ ദിവസവും 113 തവണ യാ ബാഖി യാ അല്ലാ, യാ ബാഖി യാ അല്ലാ എന്ന് നിങ്ങൾ ചൊല്ലുക. അങ്ങനെ അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ അങ്ങനെ ചൊല്ലുമ്പോൾ നമ്മൾ വെറുതെ അങ്ങോട്ട് ചുമ്മാ ചൊല്ലുകയല്ല ചെയ്യുക, നമ്മൾ നല്ല വിശ്വാസം വേണം. പിന്നെ അതുപോലെ തന്നെ ആകെ 113 തവണയല്ലേ ചൊല്ലാനുള്ളൂ, അതിനിടയിൽ മറ്റൊന്നും കാര്യങ്ങൾക്ക് സംസാരിക്കാതിരിക്കുക. അങ്ങനെ നല്ല രീതിയിൽ തന്നെ ചെയ്യുക. യാ ബാഖി യാ അല്ലാ 113 തവണ ചൊല്ലുക, 40 ദിവസം തുടർച്ചയായിട്ട് ചൊല്ലുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ ആയുസ് അല്ലാഹു തആല എന്തായാലും ദീർഘായുസ് നമുക്ക് തരുന്നതാണ്, ആഫിയത്തുള്ള ദീർഘായുസ് തന്നെ തരുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങളുടെ ഇടയിലുള്ള മറ്റു കുടുംബക്കാർക്കും ഫ്രണ്ട്സിനൊക്കെ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം, ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.